എന്തോ അടിച്ചത് അവനാണ് പൈസ അടിക്കുന്നുണ്ട് അറിയാമോ? നീ കണ്ടിട്ട് നാടക കളിക്കാൻ ജീപ്പിന്റെ ബാക്കി കേട്ട് നോക്കും. അവന്റെ കാലും കൈ പിടിച്ചോടിച്ച് അതിന്റെ ബാക്കി കുട്ടി ബാക്കി കേട്ട് കുറെ നോക്കിയോ. ജീപ്പിന്റെ ബാക്കി കേട്ടോ അഞ്ചല് പോലീസ് അഞ്ചൽ പോലീസിന്റെ ക്രൂരകൃത്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ചൽ പോലീസും എക്സൈസും ചേർന്ന് കളിക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഞാൻ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നതാ. എല്ലാം കൂടെ വളഞ്ഞെന്നെ ഉണ്ടാക്കാൻ എന്നിട്ട് ഇനി കള്ളക്കേസായിട്ട് അടുത്ത കള്ളക്കേസായിട്ട് മേടിച്ചില്ലെന്ന് കറക്റ്റ് പറയാത്. പിന്നെ അവരെ ഇന്നിപ്പോ എന്തിനാ ഞാൻ വന്നപ്പോ ഇതെന്തിനാ എന്നെ കൊണ്ടുവന്നതെന്ന് അറിയാം. അത് ഞാൻ അങ്ങനെ ചാടിക്കറി ഞാൻ കയറിപ്പോയതാ. വീണ്ടും ഇത് കയറാൻ അങ്ങനെ നടക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം എല്ലാവരും പിടി. അടിക്കാർ വരെ കച്ചവടക്കാരുണ്ട്. എല്ലാവരും പിടി. നിങ്ങൾ ആരെയൊക്കെ കഴിഞ്ഞ് കൊടുത്ത് പൈസ വെച്ച് കച്ചവടം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ സ്കൂളിന്റെ ഫ്രണ്ട് വരെ പിന്നെ ചാരാ കച്ചവടം ഉണ്ട്. എന്താ പിടിക്കാത്തത്? ഇതെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് ചാനൽ ചെയ്യേണ്ടത് മൊത്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ അവിടെ കയറ്റിക്കൊണ്ട് വന്നത് അവന്മാരെ വിലക്കാട്ട് ഞാൻ കയറ്റിയില്ല. നാട്ടുകാർ അറിയട്ടെന്ന് ഞാൻ ഉടനെ അതിന് എച്ചേസിന്റെ വണ്ടി വന്നത് പുല്ലൂരിൽ നിന്ന് വിളിപ്പിച്ചു. അതായത് കയ്യിൽ നിന്ന് പണവും മേടിച്ച് തിന്നിട്ട് നാണമില്ലല്ലേ? ജോലി ചെയ്താ പൈസ ഇഷ്ടം പോലെ കിട്ടുമല്ലേ? ചോറ് നീരാക്കിയ ഇഷ്ടംപോലെ ശമ്പളം ഉണ്ട്. ആണെങ്കിൽ വാരി കോരിയാൻ കൊടുക്കും. പ്രൈവറ്റ് വട്ടിക്കാർക്ക് മേളിൽ കയറ്റിക്കൊണ്ടേ പണം മേടിച്ചിട്ട് തന്നെ കാവിന്റെ അവിടെ വെക്കും. അടുത്ത ഇന്നും പണം മേടിക്കാൻ വന്നത്. ഡെയിലി അയാളെ വനേരം വെച്ചുകൂടെ വന്നിട്ട് തീരുവല്ല പ്രശ്നം. അന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ മേടിച്ചാൽ ഞാൻ കഴിക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ മരുന്നടിക്കുന്നവരാണ്. ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. എന്നിട്ട് എന്നെ പണം മേടിക്കാൻ എന്നെ വണ്ടിക്കകത്ത് ഇവിടെ കൊണ്ടുപോയത്. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ അതിനകത്തില്ലായിരുന്നു. തന്നെ ഞാൻ മാസം ഇവിടെ വരും, പണം മേടിക്കും. എന്നിട്ട് ഇങ്ങോട്ട് വരുക. എന്നെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച് കള്ളക്കച്ചവടം ചെയ്ത് എന്നെ പിടിച്ചതാ.
അന്നേരം എന്നോട് ചോദിച്ചു ആരൊക്കെ പൈസ മേടിക്കുന്നത്. ഞാൻ പറഞ്ഞു ആർക്ക് കൊടുക്കുന്നില്ലെന്നാ പറഞ്ഞത്. അന്നേരം ഇപ്പൊ അവിടെ ചോദിച്ചിട്ടില്ല തെളിവുണ്ടോ. എന്റെ ഫോൺ ഇവിടെ വെച്ചിട്ടാ ഇവന്മാർ എന്നെ കയറ്റിക്കൊണ്ട് തെളിവെടുക്കാതിരിക്കാൻ. ഇതാണ് നിങ്ങളുടെ അവകാശം. നിങ്ങൾക്ക് കുറേ റൈറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ റൈറ്റ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പറയാം കേട്ടോ. നിങ്ങൾക്ക് സഹകരിക്കും. എനിക്ക് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. നിങ്ങളൊരു കാര്യം നിങ്ങൾ ചുമ്മാ ഈ സംഭവത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ ഓരോ എക്സൈസുകാരും ഇയാളെ ഇന്ന് പൈസ മേടിക്കുന്നുണ്ട്. ഇവിടെ ഓരോരുത്തരും കൂടെ വന്ന് പൈസ മേടിച്ചോണ്ട് ഞാൻ കൊണ്ടുപോകത്തില്ല. ഇത് അവരുടെ കേസാണ്. അവനാകെ അവരെ കൊണ്ടുവന്നു അടുത്ത പണിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ സാറേ. ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ എല്ലാവരും ഇതിനാ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തോ അടിച്ചത് എന്തോ അടിച്ചത് അവനാണ് ഇവിടെ അവനാണ് കുഴപ്പമുണ്ടാക്കുന്നത്. പൈസ അടിക്കുന്നുണ്ട് അറിയാമോ? നീ കണ്ടിട്ട് നാടക കളിക്കാൻ ജീപ്പിന്റെ ബാക്കി കേട്ട് നോക്കി അവന്റെ കാലും കൈ പിടിച്ചോടിച്ച് അതിന്റെ ബാക്കി കുട്ടി ബാക്കി കേട്ട് കുറെ നോക്കിയോ ജീപ്പിന്റെ ബാക്കി കേട്ടോ അഞ്ചല് പോലീസ് അഞ്ചൽ പോലീസിന്റെ ക്രൂരകൃത്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ചൽ പോലീസും എക്സൈസും ചേർന്ന് കളിക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.